നിന്റെ മനസ്സ് ഈ ടി വിയിൽ എന്ന പോലെ എനിക്കിപ്പോ കാണാം. നീയും സുമയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് വ്യത്യാസം? നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. നീ ഒരു നിയമഭഞ്ജകനാണ്. സുമയുടെ അച്ഛൻ നിയമപാലകൻ. അദ്ദേഹത്തിന്റെ തൊഴിൽ സമൂഹം അംഗീകരിക്കുന്നു, നിന്റെ നിഷേധിക്കുന്നു. നിന്റെ തൊഴിലും പാരമ്പര്യവും അദ്ദേഹം അറിയാനിട വന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഞാൻ ഒരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ്. നിന്റെ പഴയ കാലം എപ്പോഴെങ്കിലും പുറത്തായാലോ? ഈ ചോദ്യത്തിന്റെ അർത്ഥം വേണ്ടി വന്നാൽ നിങ്ങൾ തന്നെ പുറത്താക്കുമെന്നല്ലേ? ഞാൻ നിങ്ങളുടെ കെണിയിലാണെന്ന് കരുതരുത്. ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്, അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സുമയും കുമാറുമായിട്ടുള്ള വിവാഹം ഏതാണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ മുമ്പിലുള്ള പ്രശ്നം കുമാറാണ്. കമ്പനി ആവശ്യത്തിനായി നാളെ 2 ലക്ഷം രൂപ സെക്യൂരിറ്റി വെക്കാനുണ്ട്. ആ പണം നാളെ കുമാർ ബാങ്കിൽ നിന്നെടുക്കും. അത് നഷ്ടപ്പെടുത്താൻ നിനക്ക് സാധിച്ചാൽ തമ്പിയുടെ മുമ്പിലും സുമയുടെ മുമ്പിലും കുമാർ കഴിവില്ലാത്തവനാവും. നൗ ഇറ്റ് ഈസ് അപ് ടു യു. അസ്സലാമു അലൈക്കും സാർ. ഗുഡ് മോർണിംഗ്. നമസ്കാർ. വേറെന്തെങ്കിലും ഉണ്ട്? വേറെ ഒന്നുമില്ല സാർ. സോറി സാർ, സാറിനോട് കാണാമെന്നതാ. എന്നെ കാണാൻ? എന്തിന്? ഖറോ? അതെ സാർ. വീട്, കുടിത്തനം, ഹൗസ്. അയ്യോ പാവം, നല്ലൊരു ചെറുപ്പക്കാരൻ. വട്ടായി. നോ സാർ, എനിക്ക് പറ്റില്ല സാർ. യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറിന് ഞാൻ കാണാമെന്നതാ. പ്ലീസ് സേവ് മീ, ബച്ചാവൂ, എന്നെ കാപ്പാത്തുക സാർ. എടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ല പച്ച മലയാളത്തിൽ പറ. പറയാം സാർ. ഞാനൊരു പാവപ്പെട്ട തയ്യക്കാരാണ് സാർ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഇറക്കി വിട്ടു സാർ. വെറുതെ ഇറക്കി വിട്ടു സാർ. ആ, ഈ സ്വഭാവത്തിന് തല്ലി ഇറക്കും. അതിന് ഞാൻ നിന്ന് കൊടുത്തിട്ട് വേണ്ടേ സാർ? മെഡിക്കാൻ. സാറിന്റെ വീട് ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലും തയ്ച്ചോളാം സാർ. എടോ, അതിന് എന്നെ കണ്ടിട്ട് കാര്യമില്ല. മിസ്റ്റർ ലംബോദരമ്പിളെ ചെന്ന് കാണണം. ഇതാ അവിടെ കാണും. അപ്പൊ നിങ്ങളല്ലേ മേൽപ്പടി ദമ്മോരമ്പിള്ള രാവിലെ അങ്ങോട്ട് പോകുന്നു? അറിഞ്ഞേ പറ്റുള്ളൂ. രാവിലെ പോകാം മിസ്റ്റർ. ഒറ്റ കലക്കം കൊണ്ട് വെച്ചെന്നുണ്ടല്ലോ. രാവിലെ വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഓരോന്ന് ഇറങ്ങിക്കോളും വേഷം കെട്ടിക്കൊണ്ട്. ഇവിടെ ആളുണ്ട്. എന്താ? ഇവിടെ ലംബോരപ്പിള്ളാണ് ചേട്ടൻ സാറില്ലേ? എന്തിനാ? ഒരു സ്ഥലം വേണം. ഇവിടെ സ്ഥലമൊന്നും വിൽക്കാനല്ല. വാങ്ങാനല്ല, വാടകയ്ക്കാ. ഇവിടെ മുറിയൊന്നും ഒഴിയില്ല. അയ്യോ, എന്റെ പൊന്നിൽ ലംബ ചേച്ചി അങ്ങനെ പറയുന്നു. എന്താ പറഞ്ഞു? ലംബ ചേച്ചിയോ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ പേര് ഭദ്ര. സുഭദ്ര. സുഭദ്രാമ ചേച്ചി ലംബേട്ടനെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കണം. എനിക്ക് ഈ തിന്നണ ഒരു മൂല കിട്ടിയാൽ മതി, പിന്നെ ഞാനേറ്റു. എന്താ കച്ചവടം പച്ചപിടിപ്പിക്കുന്ന കാര്യം? ഞാൻ കാലുകുത്തുന്നിടത്ത് പൊന്നു വിളയും, ദീർഘായുസുണ്ടാവും, കച്ചവടം പൊടി പൊടിക്കും, സന്താന സൗഭാഗ്യമുണ്ടാകും. നേരാണോ? നേരാണോന്ന് അല്ലാഹു എനിക്കൊരു വരം തന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും അവിടെ സന്താനലബ്ധി ഉണ്ടാകും. പക്ഷെ താമസിക്കാൻ എനിക്കൂടെ മനസ്സിൽ പിടിക്കണ്ടേ? അന്നേ വരട്ടെ. അയ്യോ, ഇങ്ങ് പോവണ്ട. നിങ്ങൾക്കൊരു തയ്യൽ മെഷീൻ വിൽക്കാനുള്ള സ്ഥലം പോരെ? അത് ഞാൻ തരാം. എത്ര വിശാലം ഹൃദയം. അന്ന് ഞാൻ എന്റെ സാധനങ്ങൾക്ക് എടുത്തുണ്ടോ ലംബു ചേച്ചി?